അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നമ്മളിലേവരിലും വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകഥയുടെ 210 ഭാഗത്തിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പറയാനുള്ളത് സൈനബ് റളിയല്ലാഹു അൻഹായുമായുള്ള വിവാഹം 4ാം ഭാഗമാണ്. കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞു വെച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സൈനബ് റളിയല്ലാഹു അൻഹായുടെയും വിവാഹം വിപുലമായി നടക്കുകയാണ്. അങ്ങനെ മറ്റുള്ള വിവാഹങ്ങളെക്കാൾ വിപുലമായിട്ടാണ് ആ വിവാഹം നടന്നത്. മറ്റുള്ളവർക്ക് നൽകിയ തരത്തിൽ തന്നെ മഹറും നൽകുകയുണ്ടായി. അങ്ങനെ ആ വിവാഹത്തിന് നൽകിയ സദ്യ പോലെ മറ്റൊരു വിവാഹങ്ങളിലും നടന്നിട്ടില്ല എന്നും പറയുന്നുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്നേ ദിവസം എൻ്റെ മാതാവ് ഉമ്മു സമീറ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക തരം ഭക്ഷണം ഉണ്ടാക്കി ഒരു പാത്രത്തിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ തന്നു. എന്നിട്ട് പറഞ്ഞു, നീ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊണ്ടുപോയി കൊടുക്കണം. എന്നിട്ട് പറയണം, ഇത് എൻ്റെ ഉമ്മ തന്നയച്ചതാണ്, എൻ്റെ സലാമും പറയണം. അതുപോലെ തന്നെ ഇത് അല്പം മാത്രമേ ഉള്ളൂ, അതിനെ ഞങ്ങൾക്ക് കഴിയൂ എന്നും പറയണമെന്ന് പറയാണ്. അങ്ങനെ അനസ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എൻ്റെ ഉമ്മ സലാം പറഞ്ഞിട്ടുണ്ട്, ഒരല്പം ഭക്ഷണവും തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിലേക്കൊന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു, അവിടെ പോയിട്ട് മുഴുവൻ ആളുകളെയും വിളിക്കാൻ നിർദ്ദേശിക്കാൻ. എന്നിട്ട് പറഞ്ഞു, നീ പോകുന്ന വഴിയിൽ കണ്ടുമുട്ടിയ മുഴുവൻ ആളുകളെയും ഇങ്ങോട്ട് ക്ഷണിക്കുക. അങ്ങനെ അദ്ദേഹം മുഴുവൻ ആളുകളെയും ഏകദേശം 300ഓളം ആളുകൾ വരും എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ആളുകളൊക്കെ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോൾ ആ ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പാത്രത്തിൻ്റെ മുകളിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, 10 ആളുകളായി വട്ടമിട്ടിരിക്കുക, പാത്രത്തിൻ്റെ മുൻഭാഗത്ത് നിന്നും മാത്രം ഭക്ഷിക്കുക, 2 ബിസ്മി ചൊല്ലുക. അവരങ്ങനെ ഗ്രൂപ്പുകളായി വന്ന് ഇരുന്ന് ഭക്ഷണം കഴിച്ച് മതിയാവോളം കഴിച്ച് അവർ അവിടെ നിന്ന് പോവുക. അപ്പം അതിനുശേഷം അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എല്ലാവരും ഭക്ഷണം കഴിച്ചു പോയതിന് ശേഷം ഞാൻ ആ പാത്രം എടുത്തു. അപ്പം ആ സമയത്ത് ആ പാത്രം ആദ്യം താഴെ വെച്ചപ്പോഴാണോ അതോ ഇപ്പോൾ എടുത്തപ്പോഴാണോ ഭക്ഷണം കൂടുതലുള്ളതായി തോന്നുന്നതെന്ന് എനിക്ക് കൺഫ്യൂഷനായി എന്നാണ് പറഞ്ഞത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മൂജിസാത്ത് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ അവർ ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം അവിടെ തന്നെ ചില ആളുകളൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നു. സമയം വൈകിട്ടും പിരിഞ്ഞു പോയിട്ടില്ല അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് മറ്റു ഭാര്യമാരുടെ അടുത്തേക്ക് പോയി. തിരിച്ചു വന്നിട്ടും അവർ ചിലർ പോയിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ടാണ് 33ാമത്തെ സൂറത്തായ സൂറത്തുൽ അഹ്സാബിലെ 53ാമത്തെ ആയത്ത് അവതരിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فإذا طعمتم فانتشروا ولا مستأنسين لحديث إن ذلكم كان يؤذي النبي فيستحيي منكم والله لا يستحيي من الحق وإذا سألتموهن متاعا فاسألوهن من وراء حجاب ذلكم أطهر لقلوبكم وقلوبهم وما كان لكم أن تؤذوا رسول الله ولا أن تنكحوا أزواجه من بعده أبدا إن ذلكم كان عند الله عظيما. വിശ്വസിച്ചവരെ, പ്രവാചകന്റെ വീടുകളിൽ അനുവാദമില്ലാതെ നിങ്ങൾ പ്രവേശിക്കരുത്. അവിടെ ആഹാരം പാകമാകുന്നത് പ്രതീക്ഷിച്ചിരിക്കരുത്. എന്നാൽ നിങ്ങളെ ഭക്ഷണത്തിന് ക്ഷണിച്ചാൽ നിങ്ങൾ അവിടേക്ക് ചെല്ലുക. കഴിഞ്ഞാൽ പിരിഞ്ഞു പോകുക. അവിടെ വർത്തമാനം പറഞ്ഞ് രസിച്ചിരിക്കരുത്. നിങ്ങളുടെ അത്തരം പ്രവൃത്തികൾ പ്രവാചകന് പ്രയാസകരമാകുന്നുണ്ട്. എങ്കിലും നിങ്ങളോടത് തുറന്നു പറയാൻ പ്രവാചകൻ ലജ്ജിക്കുന്നു. എന്നാൽ
അള്ളാഹു സത്യം പറയുന്നതിൽ ഒട്ടും ലജ്ജിക്കുന്നില്ല. പ്രവാചക പത്നിമാരോട് നിങ്ങൾ വല്ലതും ചോദിക്കുന്നുവെങ്കിൽ മറയ്ക്കു പിന്നിൽ നിന്നാണ് നിങ്ങൾ അവരോട് ചോദിക്കേണ്ടത്. അതാണ് നിങ്ങളുടെയും അവരുടെയും ഹൃദയശുദ്ധിക്ക് ഏറ്റവും നല്ലത്. അള്ളാഹുവിന്റെ ദൂതനെ ശല്യപ്പെടുത്താൻ നിങ്ങൾക്ക് അനുവാദമില്ല. അദ്ദേഹത്തിന്റെ വിയോഗശേഷം അദ്ദേഹത്തിന്റെ ഭാര്യമാരെ വിവാഹം കഴിക്കാനും പാടില്ല. ഇതൊക്കെയും അള്ളാഹുവിങ്കൽ ഗൗരവമുള്ള കാര്യം തന്നെ. ഇവിടെ പ്രാഥമികമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും കുടുംബത്തോടും അത് മൊത്തം ജനങ്ങളോടും പെരുമാറേണ്ട മര്യാദകളെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. എത്ര മനോഹരമായിട്ടാണ് വിശദീകരിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. നിങ്ങൾ അനുവാദം ചോദിച്ച് വീട്ടിലകത്തേക്ക് പ്രവേശിക്കുക, ഭക്ഷണത്തിന് ക്ഷണിച്ചാൽ ആ സമയത്ത് പോവുക, കഴിച്ചു കഴിഞ്ഞാൽ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ തിരിച്ചു പോരുക, അവരുടെ സമയവും സന്ദർഭവും നോക്കി പെരുമാറുക. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും സന്ദർഭവും സാഹചര്യവും നോക്കിയിട്ട് പെരുമാറുക എന്നുള്ളതാണ്. ചിലരൊക്കെ ടെലിഫോൺ ചെയ്യുമ്പോൾ എന്താണ് ഏതാണെന്ന് നോക്കാതെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ദീർഘിപ്പിക്കുന്ന സമയമൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ പോലും നമ്മൾ ആ ശ്രദ്ധ പാലിക്കണം എന്നുള്ളതാണ്. തുടർന്ന് പറയുകയാണ്, ഇത് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലജ്ജയുണ്ടാവും, എന്നാൽ അള്ളാഹു താലാക്ക് ഇത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ ഒരു ലജ്ജയുമില്ല എന്നുള്ളതാണ്. ഹിജാബുമായി ബന്ധപ്പെട്ട ആയത്തും ഇവിടെയാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോട് ഇടപഴകുന്ന സമയത്ത് ഒരു മറക്ക് പിന്നിൽ നിന്നാവണം എന്ന് നിർദ്ദേശിക്കുന്നു. ഇപ്പോൾ വീണ്ടും നമ്മൾ സൈനബ് റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഭാഗത്തേക്ക് തന്നെ തിരിച്ചു വന്ന ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, മതഭക്തി, ദൈവഭയം, സത്യസന്ധത, ദാനശീലം, കുടുംബസ്നേഹം ഇതെല്ലാം സൈനബ് റളിയല്ലാഹു അൻഹയേക്കാൾ മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ദാനശീലമെല്ലാം പ്രസിദ്ധമായിരുന്നു. സ്വന്തമായി അധ്വാനിച്ച് ഉണ്ടാക്കിയ പണം ദാനം ചെയ്യുമായിരുന്നു അവർ. അതായത് തോൽ ഉണക്കി അതിൽ നിന്ന് ചില കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കി അത് വിറ്റ് ആ പൈസ പാവങ്ങൾക്ക് ദാനം ചെയ്യുകയായിരുന്നു അവർ ചെയ്തിരുന്നത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം വീടിനുള്ളിൽ തന്നെ സൈനബ് റളിയല്ലാഹു അൻഹ നമസ്കാരവും ഖുർആൻ പാരായണവും ദിക്റും ദുആയൊക്കെ ആയിട്ട് അവർ തുടരുകയാണ് ചെയ്തത്. ആരാധനാ കർമ്മങ്ങളുമായി കഴിഞ്ഞുകൂടെ ചെയ്ത്. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മുഴുവൻ പ്രവാചക പത്നിമാർക്കും ഒരു പ്രത്യേക തുക, ഒരു പെൻഷൻ പോലെ നടപ്പിലാക്കിയിരുന്നു. പൊതു ഖജനാവിൽ നിന്നും 1200 വെള്ളി നാണയങ്ങൾ അവരുടെ ചിലവിന് വേണ്ടിയിട്ട് നൽകിയിരുന്നു. അങ്ങനെ ഈ തുക സൈനബ് റളിയല്ലാഹു അൻഹക്ക് ലഭിച്ചപ്പോൾ അത് മുഴുവനായിട്ടും അവർ ദാനം ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ട് കൂടെ പ്രാർത്ഥിച്ചു, അടുത്ത വർഷം ഇത് എൻ്റെ കയ്യിൽ വരരുതേ, ഇത് വലിയ പരീക്ഷണമാണ് എന്നവർ പറയുണ്ടായി. അപ്പോൾ ഇത് മുഴുവൻ പണവും ദാനം ചെയ്ത് വിവരം അറിഞ്ഞ അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും 1000 ദിനാർ കൂടി നൽകി. എന്നിട്ട് പറഞ്ഞു, ഇത് സൂക്ഷിച്ചു വെക്കണം, ഇതും ദാനം ചെയ്യരുത്, ഇത് നിങ്ങളുടെ ചിലവിനുള്ളതാണ് എന്ന് പറയും. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിന്നും പോയപ്പോൾ സൈനബ് റളിയല്ലാഹു അൻഹ അതും എടുത്ത് ദാനം ചെയ്യുകയാണ് ചെയ്തത്. അത്രയും ദാനശീലമായിരുന്നു അവർക്കുണ്ട്. അങ്ങനെ അവർ പ്രാർത്ഥിച്ച പോലെ തന്നെ അടുത്ത വർഷം അവരിലേക്ക് ആ പണം എത്തുന്നതിന് മുമ്പേ തന്നെ അവർ ഈ ലോകത്തോട് വിട പറയുകയുണ്ടായിരുന്നു. അവസാന സമയത്ത് മരണാസന്നയായ സമയത്ത് സൈനബ് റളിയല്ലാഹു അൻഹ അടുത്തുണ്ടായിരുന്ന ആളെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കുള്ള കഫം പുടവ ഞാൻ നേരത്തെ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. തീർച്ചയായും അമീറുൽ മുഅ്മിനീൻ എനിക്കുള്ള കഫം പുടവ കൊടുത്തയക്കും. അത് നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്ന സമയത്ത് 2-1 നിങ്ങൾ ദാനം ചെയ്യുക എന്ന് പറയും. അങ്ങനെ ഹിജ്റ വർഷം 2021 സൈനബ് റളിയല്ലാഹു അൻഹ 53-ാമത്തെ വയസ്സിൽ അവർ ഈ ലോകത്തോട് വിട പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ആദ്യം വിട പറഞ്ഞത് സൈനബ് റളിയല്ലാഹു അൻഹ ആയിരുന്നു. ഇത്രയുമാണ് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. ഈ ഭാഗം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച വീണ്ടും പറയാം. ഈ ഭാഗം നിങ്ങൾ കേൾക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.